പത്തനംതിട്ടയിൽ കിണറ്റിൽ കടുവ വീണ വാർത്തയിലേക്കാണ്. ചിറ്റാർ വയ്യാറ്റുപുഴയിലെ വീട്ടിലെ പുരയിടത്തിലെ കിണറ്റിലാണ് കടുവ വീണത്. നിലവിൽ കിണർ വറ്റിച്ച ശേഷം മയക്കുവെടി വയ്ക്കാനാണ് വനംവകുപ്പിന്റെ നീക്കം. പ്രേക്ഷകർക്ക് കാണാം ആ കടുവ കിടക്കുന്നത്. എന്നാൽ കടുവ അക്രമാസക്തരാകാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ BR ജയൻ പറയുന്നത്. നമുക്ക് പ്രതികരണമുണ്ട്, ഒതുക്കിൽ. ആ വെള്ളം പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് ഈ കിണറ്റിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട്. നിലവിലെ പമ്പ് സെറ്റ് അടക്കമുള്ള സാധനങ്ങളെല്ലാം അത് നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പുതിയ ഒരു സെറ്റ് റെഡിയാക്കി ഒരു ഇരുമ്പ് പൈപ്പ് ഇറക്കി അതിനകത്തുകൂടെ PVC പൈപ്പ് ഇറക്കി വേണം ഞങ്ങൾക്ക് ആ വെള്ളം വറ്റിച്ചെടുക്കാൻ. കുറച്ച് സമയം വേണം. എന്തായാലും ഡോക്ടേഴ്സ് വരുന്നുണ്ട്, ബാക്കിയുള്ളതെല്ലാം വരുന്നുണ്ട്. ഇതിന് ഇതേപോലെ തന്നെ തിരിച്ച് പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ളൊരു സ്ഥലം. അതുകൊണ്ട് ആൾക്കാരെല്ലാം ഒന്ന് പ്രവീണിലുണ്ട്. പ്രവീൺ, അക്രമാസക്തനാകാൻ സാധ്യതയുണ്ടോ? അവനെ പുറത്തെടുത്താൽ കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നു അല്ലേ? വെള്ളം വറ്റിച്ചതിന് ശേഷം മയക്കുവെടി വെച്ചതല്ലേ അവനെ പുറത്തെടുക്കാൻ കഴിയൂ? അരുൺ, ഏറെ സമയമെടുക്കും ഈ കടുവയെ കിണറ്റിൽ നിന്ന് പുറത്തെടുക്കാൻ. ഇപ്പോൾ നമുക്ക് കാണാം വനപാലകരും ഈ പ്രദേശവാസികളുമൊക്കെ ചേർന്ന് ഈ കിണറ്റിലെ വെള്ളം വറ്റിക്കാനുള്ള ശ്രമമാണ്. നേരത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പൈപ്പ് കിണറ്റിനുള്ളിലേക്ക് ഇറക്കിയിരുന്നു. പക്ഷേ കടുവ ആ പ്ലാസ്റ്റിക് പൈപ്പിൽ ചാടിപ്പിടിച്ചു എന്നാണ് വനപാലകർ പറയുന്നത്. അതുകൊണ്ട് പ്ലാസ്റ്റിക് പൈപ്പ് മുകളിലേക്ക് ഊരി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പകരം ഈ പുരയിടത്തിൽ തന്നെയുള്ള മറ്റൊരു അടയ്ക്കാമരം അത് വെട്ടി ആ തടി ഇപ്പോൾ ഈ കിണറിന് മുകളിൽ കെട്ടുന്ന ഒരു ജോലിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കോന്നി MLA KU ജനീഷ് കുമാറും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കടുവ ഇപ്പോഴും അതിനകത്ത് തന്നെയുണ്ട്. നേരത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് കടുവ ഒരു പക്ഷേ അക്രമാസക്തനായുള്ള ഒരു സാധ്യതയുണ്ട്. ഈ വെള്ളം പൂർണ്ണമായും വറ്റിച്ച ശേഷം മാത്രമേ മയക്കുവെടി വെക്കൂ എന്നാണ് വനപാലകർ പറയുന്നത്. അതിന് ഇനിയും ഏറെ ശ്രമമെടുക്കും. ഇപ്പോൾ ഏതായാലും ഈ കിണറ്റിലെ വെള്ളം വറ്റിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ അവരുടെ ഒരു ലക്ഷ്യമെന്നുള്ളത്. അതിനുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. കാരണം ഈ കിണറ്റിൽ ഇപ്പോൾ തന്നെ 6 അടിയോളം വെള്ളമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ഇപ്പോൾ കിണറ്റിൽ നേരത്തെയുള്ള വീട്ടുകാർ ഉപയോഗിക്കുന്ന ഒരു പൈപ്പുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ പവറുള്ള ഒരു മോട്ടോറും ഒപ്പം തന്നെ മറ്റൊരു പൈപ്പ് സംവിധാനവും ഇതിനകത്തേക്ക് ഇറക്കി പൂർണ്ണമായും വെള്ളം വറ്റിച്ചെങ്കിൽ മാത്രമേ അടുത്ത നടപടിക്രമത്തിലേക്ക് എത്താൻ കഴിയൂ എന്നാണ് വനപാലകർ പറയുന്നത്. ഇവിടെ നൂറുകണക്കിന് ആളുകൾ ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. അവരെ ഇവിടെ നിന്നും സുരക്ഷിതമായിട്ടുള്ള അകലത്തിലേക്ക് ഇപ്പോൾ ഏതായാലും വനപാലകർ മാറ്റിയിട്ടുണ്ട്. വനപാലകർ മുന്നറിയിപ്പും നൽകുന്നുണ്ട്. കടുവ ഒരുപക്ഷെ കിണറ്റിൽ നിന്ന് പുറത്തെടുക്കുന്ന ആ സമയം അല്ലെങ്കിൽ മയക്കുവെടി വയ്ക്കുന്ന സമയത്തൊക്കെ ഇത് അക്രമാസക്തമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അകലം പാലിക്കണമെന്ന ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ വനപാലകർ നൽകിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴും കിണറ്റിലെ വെള്ളം വറ്റിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ തുടരുന്നത്. അരുൺ, ശരി. പ്രവീൺ പുരുഷോത്തമൻ സ്ഥലത്തുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് നൽകാം. വെള്ളം വറ്റിച്ചതിന് ശേഷം മയക്കുവെടി വെച്ച് വളരെ സേഫായി കടുവയെ പുറത്തെത്തിക്കുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടിലൂടെ പ്രേക്ഷകർക്ക് കാണുകയും ചെയ്യാം. 7 വയസ്സുണ്ട് കടുവയ്ക്കും. അക്രമാസക്തനാവാൻ സാധ്യതയുണ്ട് എന്നാണ് ഫോറസ്റ്റ് ഓഫീസർ പറയുന്നത്. പ്രിയപ്പെട്ടവരെ,